ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യം, ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അപ്പോൾ ദൈവത്തെ എപ്രകാരമാണ് ആരാധിക്കേണ്ടതെന്നും ആരാധനയെക്കുറിച്ചും സാർവത്രികമായി നാം കാണുന്ന ദേവാലയത്തെക്കുറിച്ചുമാണ് ഇന്ന് ചിന്തിക്കുന്നത്. പ്രാർത്ഥനയുടെ ചില്ല ജാലകങ്ങൾ മനുഷ്യൻ്റെ മനസ്സുകളിൽ തുറക്കുമ്പോൾ പ്രതീക്ഷയുടെ പള്ളിമണികൾ മുഴങ്ങുന്ന ഇടങ്ങളാണ് ദേവാലയങ്ങൾ. ആരാധനയുടെ ധൂമപടലങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരുന്ന ഈ ഇടങ്ങൾ ദൈവ സാന്നിധ്യത്തിൻ്റെ കൂടാരങ്ങളാണ്. ആലയങ്ങളിൽ ഉയരുന്നത് പ്രാർത്ഥനകളും വർഷിക്കപ്പെടുന്നത് അനുഗ്രഹങ്ങളുമാണ്, ദൈവ കൃപകളുമാണ്. എല്ലാ വിശ്വാസികളും ഓർമ്മ വെച്ച കാലം മുതൽ ചൊല്ലി വരാറുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഒരു പ്രഖ്യാപനമാണ്. അതിൻ്റെ പേരാണ് വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണത്തിൽ ഒരു വിശ്വാസി ഏറ്റുപറയുന്ന എല്ലാ വിശ്വാസ രഹസ്യങ്ങളും ആരാധനയിലൂടെ ആഘോഷിക്കപ്പെടുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അടുത്ത തലങ്ങളാണ് ആരാധിക്കുക, പ്രഘോഷിക്കുക എന്നത്. ആരാധനയുടെ അവസാനം സമാധാനത്താലെ പോകുക എന്ന സ്നേഹത്തിൻ്റെ ആശംസ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കൽ കൂടിയാണ്. നാം വിശ്വസിച്ചതും ആരാധിച്ചതും പ്രഘോഷിക്കുക എന്ന വലിയ ധാർമ്മികമായ ഉത്തരവാദിത്വം. അപ്പം അത് നമ്മുടെ മനസ്സിൽ വളരെ ആഴമായിട്ട് പതിയേണ്ടിയിരിക്കുന്നു. സമാധാനത്താൽ പോകുക എന്ന സ്നേഹ ആശംസ ഒരു ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിക്കുകയാണ്. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നാം വിശ്വസിച്ചതും നാം ആരാധിച്ചതും പ്രഘോഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ നെരിപ്പോടിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾ സ്വർഗത്തോളം എത്തുമെന്നാണ് തലമുറകളുടെ ജീവിതം നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം തിരുസഭയുടെ ജീവനാഡിയാണ് വിശുദ്ധ കുർബാന. സന്മാർഗ ബോധവും ആധ്യാത്മികമായ ചൈതന്യവും പകർന്നു തരുന്ന ഒരു കൂദാശയാണ് വിശുദ്ധ കുർബാന. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന ഒരു വിശ്വാസിയിൽ സമഗ്രമായ ഒരു മാറ്റമുണ്ടാകണം. ആ മാറ്റമെന്ന് പറയുന്നത് അവൻ അല്ലെങ്കിൽ അവൾ സന്മാർഗ ബോധമുള്ളവനായി മാറണം. ആധ്യാത്മികമായ ചൈതന്യമുള്ള ഒരു വ്യക്തിത്വമായിട്ട് പരിണമിക്കണം. അപ്പോൾ ആരാധനയുടെ പരമ ഉത്കൃഷ്ടമായ കർമ്മമാകുന്നു ബലിയർപ്പണം. ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തിന് നന്ദി പറയുന്നതിനും പാപങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുമുള്ള ഏക മാർഗമാണ് ബലിയർപ്പണം. ആ ബലിയർപ്പണം ദൈവ തിരുസന്നിധിയിൽ സ്വീകാര്യമായി തീരണമെങ്കിൽ ക്രൈസ്തവ ജീവിതം പൂർത്തീകരിക്കുന്നത് സ്നേഹത്താലാണ്. സ്നേഹമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മർമ്മം. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന സ്നേഹമാണ്, വിശുദ്ധ കുർബാന അനുരഞ്ജനമാണ്. അപ്പോൾ സ്നേഹത്തിൽ വസിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൽ വസിക്കാൻ കഴിയൂ എന്ന് ഓരോ ആരാധനയും ഓരോ ബലിയർപ്പണവും നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ബലിയർപ്പണത്തിൻ്റെയും പ്രധാനമായ ലക്ഷ്യം, ഉദ്ദേശമെന്ന് പറയുന്നത് സർവശക്തനായ
സൃഷ്ടാവിനോടുള്ള വിധേയത്വ പ്രകടനമാണ്. അപ്പോൾ ആരാധനയിലൂടെ ഒരു വിശ്വാസി സൃഷ്ടാവിന് വിധേയപ്പെടുക എന്നതിന് കൺമുന്നിൽ കാണുന്ന മനുഷ്യരെ സമഭാവനയോട് കാണുക എന്ന അർത്ഥവുമുണ്ടെന്ന സത്യം മറക്കാതിരിക്കുക. നമ്മുടെ കൺമുന്നിൽ കാണുന്ന നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ സാധ്യമാകാത്ത ഒരവസ്ഥയിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത സർവശക്തനായ ദൈവത്തെ എപ്രകാരം സ്നേഹിക്കാൻ കഴിയുമെന്നുള്ള വലിയ ചോദ്യം നമ്മോട് തന്നെ ചോദിച്ചു കൊണ്ടിരിക്കേണ്ടിയിരിക്കുന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുമ്പോഴാണ് ആരാധന സഫലമായി തീരുന്നത്. പള്ളി ദേവാലയത്തിലെ ആ ആരാധനയും പ്രാർത്ഥനകളുമൊക്കെ സാർത്ഥകമായി തീരുന്നത്. അതുകൊണ്ടാണ് ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യം പ്രഘോഷിക്കുന്നത് ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പോൾ ദൈവ തിരുസന്നിധിയിൽ വിശ്വാസ ജീവിതം നയിക്കുന്ന എല്ലാവരോടും സത്യവേദപുസ്തകം തിരുവചനം ആവശ്യപ്പെടുകയാണ്. നീ ദൈവത്തെയാണ് ആരാധിക്കുന്നതെങ്കിൽ, ദേവാലയത്തിലാണ് പ്രവേശിക്കുന്നതെങ്കിൽ ദൈവം ആത്മാവാകുന്നു വിശ്വസിക്കുക. ആ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് സത്യമുള്ള സത്യസന്ധരായ ക്രൈസ്തവരായി രൂപാന്തരപ്പെടുവാൻ നമ്മുടെ പള്ളി ആരാധനയും നമ്മുടെ ജീവിതത്തിലെ ആധ്യാത്മിക ചൈതന്യം തുളുമ്പുന്ന ആത്മീയ ശുശ്രൂഷകളും എല്ലാ കാലങ്ങളിലും മാറട്ടെ. എല്ലാവർക്കും ആത്മീയമായ പരിപോഷണമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.